നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുഞ്ഞേച്ചിയാണ് ബ്ലഡ് കൊടുക്കാൻ വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞ സത്യമ്മ സമ്മതിക്കില്ലെന്ന് കുഞ്ഞേച്ചി ഭയന്നു. അതുകൊണ്ടാ രഹസ്യമായിട്ട് ഒന്ന് ബ്ലഡ് കൊടുത്തതും ആരുടെയും മുന്നിൽ പെടാതെ ഇവിടുന്ന് മാറി നിന്നതും. താൻ എന്നെ എങ്ങനെ ഓരോ കാര്യത്തിലും ഞെട്ടിച്ചോണ്ടിരിക്കുകയാണല്ലോ. തനിക്ക് എങ്ങനെ ഓരോ കാര്യത്തിലും കഷ്ടപ്പെടാൻ പറ്റുന്നേ? വിഷ്ണുമോനോടെങ്കിലും ഒന്ന് പറയണ്ടേ? അല്ല, സത്യമോളുടെ സങ്കടം കണ്ടുകൊണ്ട് പറഞ്ഞതാ. സങ്കടം എല്ലാവർക്കും ഉണ്ടമ്മേ. ഇനി ആ സങ്കടത്തിന്റെ പിന്നാലെ പോകാൻ നമുക്ക് സമയമില്ല. ഇത്രയും നാളും മനസ്സിൽ കൊണ്ടു നടന്നതും പോയതും എല്ലാം ആ സങ്കടത്തിന്റെ പിന്നാലെ തന്നെയല്ലേ. എന്നിട്ട് എന്താ ഉണ്ടായത്? അതുകൊണ്ട് ഇനി ഒരു മറു ചിന്തയില്ല. തീരുമാനിച്ചതുപോലെ തന്നെ നടക്കും. പപ്പി, മോളെ. വിഷ്ണുച്ച, മോളെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ആഹാ, ഉണർന്നായിരുന്നോ മോളെ? വിശക്കുന്നുണ്ടോ? ദാ ഈ മരുന്ന് കഴിക്ക്. ഇത് ഭക്ഷണത്തിന് മുൻപ് കഴിക്കാനുള്ളതാ. എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ദാ മോളെ കഴിക്ക്. എനിക്ക് വേണ്ട. ചേച്ചമ്മേ, സത്യം വന്നില്ലേ വിഷ്ണുച്ച? അവര് വരും. എനിക്ക് അവരോട് സോറി പറയണം. ഒരുപാട് വഴക്ക് അവരെ പറഞ്ഞു സത്യമ്മ. അതിന് അഹങ്കാരണമല്ലേ? അതുകൊണ്ട് അവര് രണ്ടുപേരോടും എനിക്ക് സോറി പറയണം. അത് പറയാലോ. നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് സുഖമായിട്ട് വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ അത് പറയാൻ പറ്റുമല്ലോ. അത് പറ്റില്ല വിഷ്ണുച്ച. എനിക്ക് അവരെ ഇപ്പൊ തന്നെ കാണണം. അയ്യോ മോളെ, ഓക്കെ, എഴുന്നേക്കല്ലേ കേട്ടോ. അത് വിഷ്ണുവച്ചൻ സെറ്റാക്കി തരാം. ഉറപ്പ്. നല്ല മോളല്ലേ? വിഷ്ണുവച്ചന്റെ മോൾക്ക് വിശ്വാസമില്ലേ? അതുകൊണ്ട് നല്ല പപ്പിക്കുട്ടിയല്ലേ, മരുന്ന് കഴിക്കേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അവളിങ്ങനെ പറഞ്ഞതില് ഒരു തെറ്റുമില്ല വിഷ്ണുവേട്ടാ. കുഞ്ഞേച്ചി വന്നത് പപ്പിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടായിരുന്നു. കുഞ്ഞേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ പപ്പി ഉണ്ടാവില്ലായിരുന്നു. ശാലിനി, പപ്പി ഇന്ന് ജീവനോടെ ഇരിക്കുന്നതിന് കാരണം എന്റെ കുഞ്ഞേച്ചിയാ. കുഞ്ഞേച്ചി ബ്ലഡ് കൊടുത്തില്ലായിരുന്നെങ്കിൽ പപ്പി മോൾ ഇന്നുണ്ടാവില്ലായിരുന്നു. അപ്പോ ആ പേര് വെളിപ്പെടുത്താത്ത ബ്ലഡ് ഡോണറായി വന്നത് ശാലിനി ആയിരുന്നോ? അല്ലാതെ പിന്നെ ഈ റയർ ഗ്രൂപ്പ് ബ്ലഡ് ആര് തരാനാ? എന്നിട്ട് ഇക്കാര്യം നീ നേരത്തെ പറയാതിരുന്നേ? അതറിഞ്ഞിരുന്നെങ്കിൽ അമ്മ ശാലിനി അപമാനിച്ചു വിടുമായിരുന്നോ? കുഞ്ഞേച്ചി തന്നെ പറഞ്ഞത് പറയണ്ടെന്ന്. കുഞ്ഞേച്ചിയാണ് ബ്ലഡ് കൊടുക്കാൻ വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞ സത്യമ്മ സമ്മതിക്കില്ലെന്ന് കുഞ്ഞേച്ചി ഭയന്നു. അതുകൊണ്ടാ രഹസ്യമായിട്ട് ഒന്ന് ബ്ലഡ് കൊടുത്തതും ആരുടെയും മുന്നിൽ പെടാതെ ഇവിടുന്ന് മാറി നിന്നതും. താൻ എന്നെ ഓരോ കാര്യത്തിലും ഞെട്ടിച്ചോണ്ടിരിക്കുകയാണല്ലോ. തനിക്ക് എങ്ങനെ ഓരോ കാര്യത്തിലും കഷ്ടപ്പെടാൻ പറ്റുന്നേ? ഇത്രയൊക്കെ ചെയ്തിട്ട് അമ്മ പറഞ്ഞത് മുഴുവൻ കേട്ട് നിൽക്കുകയും ചെയ്തു. പപ്പി പറയുന്ന ശരി. പപ്പി മാത്രമല്ല മാപ്പ് പറയേണ്ടത്. ഞങ്ങൾ ഓരോരുത്തരായി മാപ്പ് പറയണം തന്നോട്.
വിഷ്ണുവേട്ടാ, കുഞ്ഞേച്ചിയോട് നമ്മൾ എല്ലാരും ചെയ്യുന്നത് കടുത്ത ദ്രോഹ. എല്ലാം ചെയ്തിട്ടും ഫലം വഴക്കും ചീത്തയും ഓർത്ത് ആ പാവം വീട്ടിലിരുന്ന് കരയുമായിരിക്കും. എന്നും അങ്ങനെ തന്നെയായിരുന്നല്ലോ. തെറ്റ് ചെയ്യാത്ത ശാലിനി എപ്പോഴും ശിക്ഷിക്കപ്പെടുന്നേ. അതിന് നമ്മളും കൂടി ഒരു ഭാഗമാവുമ്പോഴാ അത് കൂടുതൽ വേദന ഉണ്ടാക്കുന്നത്. എല്ലാം ഉള്ളിലൊതുക്കി എന്റെ കുഞ്ഞേച്ചി പോയത് എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ചങ്ക് പൊട്ടിക്കൊണ്ട ആ പാവ ഇവിടുന്ന് പോയത്. എനിക്ക് ചേച്ചിയമ്മയെ സത്യം ഇപ്പൊ തന്നെ കാണണം. അപ്പി മോളെ എഴുന്നേക്കല്ലേ. വിഷ്ണു അച്ഛാ, അവരെ പോയി കൂട്ടിക്കൊണ്ടു വാ. അല്ലെങ്കിൽ ഞാൻ മരുന്നും കഴിക്കില്ല, ഭക്ഷണവും കഴിക്കില്ല. വിഷ്ണു ഇപ്പൊ തന്നെ അവരെ പോയി കൂട്ടിക്കൊണ്ടുവരാം. മോൾ ആദ്യം മരുന്ന് കഴിക്കേ. നോക്ക്, ഈ മുറിവൊക്കെ ഉണങ്ങണ്ടേ. വേണ്ട, ചേച്ചിയമ്മയെ സത്യം വരണം. അവരെ രണ്ടുപേരെ എനിക്ക് കാണണം. മോളെ, ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവരിങ്ങോട്ട് വരണം. ശരി, വിഷ്ണുച്ചൻ അവരെ വിളിച്ചോണ്ടുവരാം. നല്ല കുട്ടിയായിട്ടിരിക്കണേ. ഞാൻ അവരെയും കൊണ്ടേ വരൂ. ചേച്ചിയമ്മയെ സത്യം വരുമോ അമ്മേ? വരും, ഉറപ്പായിട്ടും വരും. ശാരദാമ്മ വിളിച്ചിട്ടുണ്ടല്ലോ. പപ്പയുടെ വിവരം അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടല്ലോ. എന്തെങ്കിലും കാര്യമില്ലാതെ വിളിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.